പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന കാര്യവും പാകിസ്ഥാൻ ഒരു ഒരു ഉത്തരവാദിത്ത ബോധമുള്ള പക്വതയുള്ള രാഷ്ട്രം എന്ന നിലയിലല്ല പ്രവർത്തിക്കുന്നതെന്നത് നമുക്കിപ്പോൾ പലതവണ ബോധ്യമായിട്ടുണ്ട്. നമുക്കറിയാം, വാജ്പേയി പണ്ട് ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തി വലിയ സൗഹാർദ്ദത്തിന്റെ കൈ കൊടുത്ത തൊട്ട് പിന്നാലെയാണ് അന്ന് കാർഗിലിലേക്ക് പർവേസ് മുഷറഫ് സൈന്യത്തെ അയച്ച് നമ്മളെ ആക്രമിക്കാൻ എത്തിയത്. പരാജയപ്പെടുത്തി എന്നത് വേറെ കാര്യം. ഇപ്പോഴും കനത്ത തിരിച്ചടി നൽകി. ഇന്നലെ പ്രധാനമന്ത്രി നൽകിയ സന്ദേശത്തിൽ കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് പോലും പാകിസ്ഥാൻ വീണ്ടും വീണ്ടും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് പതിവുള്ള കാര്യമാണ്, പഴയ കാര്യമല്ല. ഇത് എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അതിർത്തിയിൽ നേരിട്ട് സന്ദർശനം നടത്തിയ കാലത്ത് ഞാനിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്നും പ്രകോപനമില്ലാതെയാണ് ഷെല്ലാക്രമണങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ജമ്മു സെക്ടറിൽ ആർഎസ്പുര അടക്കമുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ, ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിയിൽ, നിയന്ത്രണ രേഖയിലും പലപ്പോഴും ഇത്തവണ നിയന്ത്രണ രേഖയിലാണ് കൂടുതൽ അവര് ഷെല്ലാക്രമണം നടത്തി. നമുക്കറിയാം, പൂഞ്ചില് നമുക്ക് 2 വിദ്യാർത്ഥികളടക്കം നിരവധി പേരെ നഷ്ടപ്പെട്ടു. അപ്പോ ഇവിടെ ഇത്തവണയും ഈ കനത്ത തിരിച്ചടി നമ്മൾ കൊടുത്തിട്ടും ഈ ഭീകരതയ്ക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദം നമ്മൾ പുറപ്പെടുവിച്ചിട്ട് വീണ്ടും വീണ്ടും അവര് പ്രകോപനം ഉപയോഗിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ പോലെ ഈ ആണവായുധങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആ ഭീഷണി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഭീഷണി. ആണവായുധ ഉള്ള ഒരു രാജ്യമെന്ന നിലയിൽ അവരെ ഒരു പരിധി കൂടുതൽ ആക്രമിക്കാൻ കഴിയില്ല എന്ന അമിതമായ അല്ലെ തെറ്റായ ആത്മവിശ്വാസം ആണ് പാകിസ്ഥാൻ ഇത്തരത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഒരു ഒരു പരാജയപ്പെട്ട ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയാവുന്ന, അവിടെ സൈന്യവും ഭീകര സംഘടനകളും ISIയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഒരു 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 ജനാധിപത്യ സർക്കാരിന്റെ ഇതുപോലെ മാന്യമായിരിക്കില്ല. സർക്കാരുകൾ അവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ ഒരു മന്ത്രിസഭ അവിടെ ഉണ്ടെങ്കിലും അവരുടെ റോള് അല്ലെ പങ്ക് വളരെ പരിമിതമാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ത്യക്ക് നമുക്കറിയാം, വിമാനത്താവളം അടച്ചിട്ട് 32 വിമാനത്താവളങ്ങൾ തുറന്നെങ്കിലും അവിടെ ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കും സർവീസ് നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അത് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പാകിസ്ഥാന് ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ ഒക്കെ ഇനിയും നടത്താം. അവർക്കുണ്ടായ കനത്ത നാശനഷ്ടത്തിന്റെയും ക്ഷീണത്തിന്റെയും ഒക്കെ നുണപ്രചരണങ്ങൾ കൊണ്ട് മറികടക്കുകയാണ്. അതിനപ്പുറത്ത് കിടന്ന് ഇന്ത്യയെ ചൊറിഞ്ഞ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ആ സ്വഭാവം ഇപ്പോഴും അവർ തുടരുകയാണ്. നമുക്കറിയാമല്ലോ, ഈ നയതന്ത്ര തലത്തിൽ ആദ്യത്തെ ഇടപെടൽ എന്നുള്ളത് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലേക്കായിരുന്നു. അത്തരത്തിൽ നേരത്തെ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് രാജ്യം കടന്നിരുന്നില്ല. അത്തരത്തിൽ മനുഷ്യത്വപരമായ രീതിയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആദ്യം തന്നെ രാജ്യം നൽകിയത്. ഈ ഒരു അതിനു പിന്നാലെ പാകിസ്ഥാന് ഉണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തിനും ശക്തമായ തിരിച്ചടിയും നൽകി. ഈ ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ ഭീകരത അത് തങ്ങൾക്ക് തന്നെ ദോഷമാണെന്ന് എന്തുകൊണ്ടാണ് പാകിസ്ഥാന് മനസ്സിലാകാത്തത്? ഇന്ത്യ വിരുദ്ധത ഇപ്പോഴും അവരുടെ പ്രഖ്യാപിത നയമായി തുടരുകയാണ്. അത് വളരെ വ്യക്തമാണ്. ഞാനത് നേരെ സൂചിപ്പിച്ചു. അതായത് പാകിസ്ഥാൻ ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉത്തരവാദിത്തമുള്ള പക്വതയുള്ള ഒരു രാഷ്ട്രമായി പെരുമാറാൻ അവർക്ക് കഴിയാത്തത് പലപ്പോഴും അത് നയിക്കുന്നത് ISIയും ഭീകരരും സൈന്യവും ചേർന്നാണ്. സൈന്യം നമുക്കറിയാം, പലതവണ അവിടെ അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുത്തു. സൈന്യം പറയുന്നതിന് അപ്പുറത്തോട്ട് കിടക്കാൻ അവിടെ കഴിയുന്നില്ല. സൈന്യത്തിനെ സംബന്ധിച്ചോളം അവരുടെ ശക്തി ഉറപ്പിക്കുന്നതിനും അവർക്കുണ്ടായ തിരിച്ചടികൾക്ക് മാനം രക്ഷിക്കുന്നതിനുമൊക്കെയായി വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോ അത് മുന്നറിയിപ്പുകളൊക്കെ അവർ അവഗണിക്കുന്നതിന് പ്രധാന കാരണം അതാണ്. കാരണം നമ്മള് പാകിസ്ഥാനെ തീരെ കുറഞ്ഞ ഒരു സൈനിക ശക്തിയായി നമ്മളാരും കാണുന്നില്ല. കാരണം അവർക്കും അത്യാവശ്യം സൈനിക ശക്തി ഉണ്ട്. അപ്പോ നമുക്കറിയാം, റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യക്ക് വലിയ മേധാവിത്വം ഉണ്ടെങ്കിലും ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 1 വർഷത്തും കഴിഞ്ഞിട്ട് യുദ്ധം തുടരുകയാണ്. അതുപോലെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലും അത് ഹമാസ് ഇസ്രായേലിന്റെ 7 അയൽപക്കത്ത് വരുന്നില്ല യുദ്ധത്തിന്റെ കാര്യത്തിൽ. അല്ല, അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അവരിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അതുകൊണ്ടാണല്ലോ കനത്ത തിരിച്ചടി കിട്ടിയത്. എന്നിട്ട് പോലും വീണ്ടും അവിടെ ആക്രമണങ്ങൾ നടത്താൻ അവരും മടിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 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 യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ഒരു ഒരു സമൂഹമാണ് അവിടുത്തെ പാക് സൈന്യം, അല്ല പാകിസ്ഥാനിലെ ഭീകര സംഘടനകള്, അവരുടെ നേതാക്കള്. അതാണ് പ്രശ്നം. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് ആക്രമിക്കാത്ത, എന്നും സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു രാജ്യമാണ്. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു രാജ്യത്തെ എന്തെങ്കിലും നേടാൻ വേണ്ടി ഇന്ത്യ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചതായി ഒരു ചരിത്രമില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവർക്കിട്ട് തിരിച്ചടി കൊടുക്കാതെ ഇവിടെ അത് രാജ്യത്തിന്റെ സുരക്ഷയും ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയും ഒക്കെ കാക്കാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുപരിപാലിക്കുന്നതിന് കടമപ്പെട്ട സൈന്യത്തിന് അതിന് കഴിയേണ്ടതുണ്ട്. അവരത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടന്ന വളരെ കൃത്യമായ തിരിച്ചടികളാണ് ഇത്തവണ നൽകിയത്. നമുക്കറിയാം, പാകിസ്ഥാൻ അയച്ച എല്ലാ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന് കഴിഞ്ഞു. അത്ര ശക്തമാണ് പലതും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആയുധങ്ങളാണ്. അതുപയോഗിച്ച് പാകിസ്ഥാൻ അയച്ച എല്ലാ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ തോതിൽ നാശം നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നു. അപ്പൊ അതേസമയം പാകിസ്ഥാനെ കാര്യമായ രീതിയിൽ അടിക്കുന്നതിന്, തകർക്കുന്നതിന് അവരുടെ ആദ്യം നമുക്കറിയാം ഭീകര താവളങ്ങൾ 9 ആക്രമണം നടത്തി, കൃത്യമായ പ്രിസിഷൻ ആക്രമണങ്ങൾ നമ്മൾ നടത്തി. പിന്നീട് നമുക്കറിയാം 9-ലേറെ വ്യോമ താവളങ്ങളില്ല, അത് സൈനിക താവളങ്ങളും വിമാനത്താവളങ്ങളും അടക്കം ഇന്ത്യ ആക്രമണം നടത്തി. അതെല്ലാം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ്. അതേസമയം ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചില്ല. പാകിസ്ഥാൻ അതേസമയം ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനും ഇന്ത്യയുടെ ആരാധനാലയങ്ങളിൽ, പ്രത്യേകിച്ച് സിഖ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ആക്രമണം നടത്തി മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാനുള്ള, അതാണല്ലോ പഹൽഗാം പോലും നമ്മൾ കണ്ടത്. പക്ഷെ ഇത്തരം കണികളിലൊന്നും ഇന്ത്യയിലെ ജനത വീണില്ല. ഇന്ത്യയിലെ ജനം ഒറ്റക്കെട്ടാണ്. 140 കോടി ജനങ്ങളും ഇക്കാര്യത്തിൽ ഒന്നാണ്. നമ്മുടെ സൈന്യത്തിന് പിന്നില്, നമ്മുടെ സേനാ വിഭാഗങ്ങളെ, കരനാവിക വ്യോമ വിഭാഗങ്ങൾക്ക് പിന്നിൽ അവർ അടിയുറച്ചു നിൽക്കുകയാണ്. അക്കാര്യത്തില് ഒരു അപശബ്ദം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. പാകിസ്ഥാനിൽ അങ്ങനെയല്ല സ്ഥിതി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വാർത്താ സമ്മേളനങ്ങളിൽ പോലും കൃത്യമായ തെളിവുകളടക്കം നിരത്തി ഇന്ത്യ കൃത്യമായ ലക്ഷ്യമിട്ട ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്, ഭീകരതയ്ക്കെതിരെ മാത്രമായിരുന്നു നമ്മുടെ പോരാട്ടമെന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കിയതാണ്. അവിടെയും പറയുന്നൊരു കാര്യമുണ്ട്, പാക് സൈന്യം ഭീകരർക്കൊപ്പം ചേർന്നാണ് പ്രത്യാക്രമണം നടത്തിയതെന്ന്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് തങ്ങൾ ഭീകരതയെ പിന്തുണയ്ക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇത് രാജ്യത്ത് ഭീകരതയുണ്ടെന്നും ഭീകരതയ്ക്കൊപ്പമാണ് സൈന്യമെന്നും തെളിയിക്കുന്നതായില്ലേ? ലൈൻ കട്ടായം തോന്നുന്നു. ശ്രീ ജോർജ് കളിവേലിൽ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കൊന്ന് ലൈൻ. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ഈ ഭീകരത തങ്ങളുടെ രാജ്യത്തില്ലെന്നും തങ്ങൾ അതിനെ ഇല്ലെന്നും പറഞ്ഞെങ്കിലും പിന്നീട് പാക് സൈന്യം ഉൾപ്പെടെ ഭീകരർക്കൊപ്പം ചേരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. നമ്മൾ കൃത്യമായ വാർത്താ സമ്മേളനങ്ങളടക്കം തെളിവുകൾ സഹിതം ഇന്ത്യ പുറത്തുവിട്ടതാണ്. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട കൃത്യമായ രീതിയിൽ ഭീകരതയ്ക്കെതിരെ മാത്രമായിരുന്നു നമ്മുടെ ആക്രമണം എന്നുള്ള രീതിയിൽ. ഭീകരതയെ കൃത്യമായി ഭീകര കേന്ദ്രങ്ങളിൽ മാത്രം ആക്രമിക്കുകയായിരുന്നു. ഒരു തരത്തിലുള്ള മറ്റ് പ്രകോപനങ്ങൾ, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാതെ, പാകിസ്ഥാന്റെ ഭരണകൂടങ്ങൾക്കെതിരെ ആക്രമിക്കാതെ, ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാതെ, കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അത് കൃത്യമായ ലക്ഷ്യം നേടുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചോളം, പാകിസ്ഥാനിന് എല്ലാ കാലത്തും ആദ്യകാലത്ത് നിഷേധിക്കുന്ന പരിപാടിയുണ്ട്. അവർ ഇത്തവണയും നിഷേധിച്ചു. പഹൽഗാമിന് തെളിവെന്തെന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, അവരുടെ തന്നെ ആളുകളുടെ ചെവിയിൽ നിന്ന് വന്നു കഴിഞ്ഞു, അവരുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞു. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലും അടക്കം അവര് പാകിസ്ഥാൻ സർക്കാരിനും പാകിസ്ഥാൻ സൈന്യത്തിനും കൈ ഉണ്ടായിരുന്നു. അവരുടെ അറിവോട് കൂടിയാണ് അവർ ഇന്ത്യക്ക് മുന്നേ തിരിച്ചടി നൽകിയത് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ഈ തെളിവ് ചോദിക്കുക എന്ന് പറയുന്നത് പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനും തന്റെ ഇടത്തോടെ ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറയാതിരിക്കാനും വേണ്ടിയും കൂടിയാണ്. പലപ്പോഴും ഈ ഭീകരരെ വളർത്തുന്നതും അവരെ പാലൂട്ടി വളർത്തുന്നതും അവരെ അതിർത്തി കഴിഞ്ഞ് നുഴഞ്ഞുകയറ്റത്തിലൂടെ ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്താനും പരിശീലിപ്പിക്കാനും ഒക്കെ അവരാണ്. പാകിസ്ഥാൻ സൈന്യവും ISIയും തന്നെയാണ് ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് തെളിവുകൾ ഇനി ആവശ്യമില്ല, വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ഈ വ്യോമാക്രമണത്തില് ഇന്ത്യയുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് കൊല്ലപ്പെട്ട ഭീകരർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ സൈന്യം എത്തിയത്, സൈനിക മേധാവികൾ എത്തിയത്. അത് ആരൊക്കെയാണെന്ന്
കൃത്യമായി ഇന്ത്യ പുറത്തുവിട്ടു. അത് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കരസേനാ മേധാവിയുടെ റീത്ത് വരെ ഇവിടെ വെച്ചു എന്നതാണ് പ്രത്യേകത. കാരണം അത് വളരെ ഏറ്റവും ഉന്നത തലത്തിൽ പാകിസ്ഥാന്റെ സൈന്യവും ISIയും സർക്കാരും ഒക്കെ ഇതിന് പിന്തുണ കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ അവര് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നതും ഇത്തരം ഭീകരാക്രമണങ്ങളെ അവര് പിന്തുണയ്ക്കുന്നതും അവർക്ക് പിന്തുണയുമായി എർദോഗനും തുർക്കിയും ഒക്കെ എത്തിയതും ഒക്കെ. അപ്പോ തുർക്കി എക്കാലത്തും നമുക്കറിയാം അവിടെ മാതാവിന്റെ പള്ളി ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയതും ഒക്കെ ഇതേ അവിടെ മതതീവ്രവാദത്തിലൂടെ മാത്രം വളർന്നു വന്ന ആളാണ് തുർക്കിയിലെ എർദോഗൻ. അപ്പൊ എർദോഗനും ഈ പാകിസ്ഥാനും തുറന്ന പിന്തുണയാണ് കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ രാജ്യവും ലോകവും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്കും ചില പാളിച്ചകൾ എവിടെയൊക്കെയോ വരുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചേണ്ടതുണ്ട്. അമേരിക്ക ഇടപെടൽ നടത്തിയെന്ന അവകാശവാദത്തെ പരസ്യമായി നിഷേധിക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ശരിയായില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് വരെ ഒരു മൂന്നാം കക്ഷി ഇടപെടാൻ ആരും അനുവദിച്ചിട്ടില്ല. അതാണ് ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട്. ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്ന നിലപാട് തന്നെയാണ്. പക്ഷേ അവിടെ വീണ്ടും ട്രംപ് പറയുന്നു അവരുടെ ഇടപെടലാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നിഷേധിക്കാനുള്ള തന്റെ ഇടം നമുക്കില്ലാതെ പോകുന്നു എന്നത് തെറ്റായ കാര്യമാണ്. ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ പിഴവുകൾ ഇനിയെങ്കിലും പരിഹരിക്കേണ്ടതുണ്ട്. പഹൽഗാമിലും നമുക്കറിയാം സൈനിക ഇന്റലിജൻസിലടക്കം പരാജയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പേര് മരിക്കാനിടയായത്. അരമണിക്കൂറിലേറെ അവരവിടെ താണ്ഡവമാടി. പക്ഷെ അക്കാര്യത്തിലൊന്നും ഈ നമ്മുടെ വീഴ്ചകൾ നമ്മൾ വരുത്തും, അല്ലാതെ വിദേശ ശക്തികളുടെ ആക്രമണങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും. അതാണ് ഇന്ത്യയൊക്കെ തെളിയിച്ചത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇക്കാര്യത്തില് നരേന്ദ്രമോദിയും കോൺഗ്രസും BJPയും ഉള്ള വ്യത്യാസം പോലുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്. പാകിസ്ഥാനെതിരെ വളരെ കടുത്ത സ്വരത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും സംസാരിച്ചത്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സംസാരിച്ചത്. അതാണ് ഇന്ത്യയുടെ മികവ്. ഈ മികവ് ഒരിക്കലും പാകിസ്ഥാൻ അവകാശപ്പെടാൻ കഴിയില്ല. അതൊരു പരാജയപ്പെട്ട രാജ്യമാണ്. ആ രാജ്യം എന്നും ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രകോപനങ്ങൾ. പക്ഷേ ഈ പ്രകോപനങ്ങളെ കൂടുതൽ നന്നായി നേരിടാൻ ഇന്ത്യയുടെ സൈന്യത്തിന് അറിയാം. അത് അവർ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.